എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാർച്ച് മാസത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അവർ ജനിച്ച മാസവും ദിവസവും സമയവുമെല്ലാം വലിയ സ്വാധീനങ്ങൾ ചെലുത്തുന്നുണ്ട്. വളരെ ശാന്തരായ മാതാപിതാക്കളുടെ മക്കൾ അക്രമ സ്വഭാവമുള്ളവരാകുന്നതും സമൂഹത്തിന് മാതൃകയായി ജീവിക്കുന്ന ദമ്പതികളുടെ മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി തീരുന്നതും ഇതുമൂലമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാതക പരിശോധന നടത്തി കുട്ടികളുടെ സ്വഭാവ രീതികളെക്കുറിച്ച് നമ്മൾ മുന്നേറിയണം. കാരണം അവർ രാഷ്ട്രത്തിൻ്റെ സ്വത്താണ്, അത് നാം മറക്കരുത്. നിങ്ങളുമായി ഏറ്റവും അടുപ്പമുള്ളവരുടെ സ്വഭാവ രീതികളുടെ ഒരു ഏകദേശ കാഴ്ചപ്പാട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനെ ഒരിക്കലും ഒരു മുൻവിധിയായി കാണരുത്. സുഹൃത്തിനെ മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറുക എന്നത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ വിശ്വാസപൂർവം നമ്മുടെ സ്ഥാപനത്തിൽ ഒരാൾക്ക് ജോലി കൊടുത്തു വന്നിരിക്കട്ടെ. നമ്മൾ ചെയ്ത ആ സഹായം ഭാവിയിൽ നമുക്ക് വിനയാകാതിരിക്കുന്നതിന് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. മാർച്ച് മാസത്തിൽ ജനിക്കുന്നവർ ജലരാശിയായ മീനൻ രാശിയിലാണ് ജനിക്കുന്നത്. ഏത് വെല്ലുവിളികളെയും നേരിട്ട് ഏത് സാഹചര്യവും തങ്ങൾക്ക് അനുകൂലമാക്കി വിജയം നേടാൻ ശ്രമിക്കുന്ന ഇവരെ ആർക്കും പെട്ടെന്ന് കബളിപ്പിക്കാൻ സാധ്യമല്ല. അത്തരം ഒരു സാഹചര്യത്തെ മുന്നേ കാണുന്നവരാണിവർ. ഇവരെ ആരെങ്കിലും ചതിച്ചാൽ മരണം വരെ അവർ അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കും. അവരോട് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഇവർ പെരുമാറും. വളരെ വിശാല മനസ്കരും മറ്റുള്ളവരുടെ വിഷമതകളെ മനസ്സിലാക്കുന്നവരുമായ ഇവർ എല്ലാവരുമായി വളരെ പെട്ടെന്ന് സൗഹൃദത്തിൽ ഏർപ്പെടും. ആളുകളിൽ ബഹുമാനം ഉളവാക്കുന്ന ഇവരുടെ പ്രകൃതം മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. ഇവരെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കുവാൻ കഴിയും. ചതിയും വഞ്ചനയും ഇവർ ചെയ്യില്ല. എന്നാൽ ഇവരെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്നവർ ഇവർ മരണം വരെ ആ ശത്രുത മനസ്സിൽ വെച്ച് പെരുമാറുന്നവരുമാണ്. എന്നാൽ മാർച്ച് മാസത്തിൽ ജനിച്ച ചില വ്യക്തികൾ അന്തർമുഖരായി കാണാറുണ്ട്. ഇത് അവർ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മാർച്ചിൽ ജനിച്ചവർ വലിയ ഉയരമില്ലാത്തവരും ആരോഗ്യ ദൃഢഗാത്രരുമായിരിക്കും. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നത് യാതൊരുവിധ മടിയുമില്ലാത്തവരാണ് ഇക്കൂട്ടർ. മാർച്ചിൽ ജനിച്ചവർ സമർത്ഥരാണ്. എഞ്ചിനീയറിംഗ്, സയൻസ് തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കും. എഴുത്ത്, അഭിനയം, പെയിൻറ്റിങ്, സംഗീതം തുടങ്ങിയ മേഖലകളിലെല്ലാം ഇവർക്ക് അഭിരുചിയുണ്ട്. മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെട്ട് പലപ്പോഴും ഇവർ അവരുടെ നല്ല ഭാവിയെ നശിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിൽ ജനിച്ച കുട്ടികളുടെ രക്ഷകർത്താക്കൾ അവരുടെ ജാതകം വിശദമായി പരിശോധിപ്പിക്കേണ്ടതാണ്. മാർച്ചിൽ ജനിച്ചവരിൽ 80% പേരുടെയും പ്രണയവിവാഹമായിരിക്കും. ജീവിത അവസാനം വരെ അവർ ആ ബന്ധം നിലനിർത്തുന്നതിന് ശ്രമിക്കും. എന്നാൽ ഇവരുടെ വലിയ റൊമാൻറ്റിക്കൊന്നും ആയിരിക്കത്തില്ല അവരുടെ ജീവിതം. പക്ഷേ വളരെ സ്നേഹത്തോടു കൂടി ജീവിത അവസാനം വരെ ഒരു മാതൃകാ ദമ്പതികളായി അവർ ജീവിക്കും. ഇവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്താൽ ഇവർ വളരെ പെട്ടെന്ന് പ്രകോപിതരാകും. മാർച്ച് മാസത്തിൽ ജനിച്ചവർക്ക് അനുകൂല നിറങ്ങളെന്ന് പറഞ്ഞാൽ അത് പച്ച, മഞ്ഞ, പിങ്ക് തുടങ്ങിയ കളറാണ്. ഞായർ, തിങ്കൾ, ശനി ഇവർക്ക് അനുകൂല ദിവസങ്ങളുമാണ്. നിങ്ങൾ മാർച്ച് മാസത്തിൽ ജനിച്ച ആളാണെങ്കിൽ അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ ജനിച്ച നിങ്ങളുടെ സുഹൃത്തിൻ്റെ സ്വഭാവം നിരീക്ഷിച്ച് പഠനവിധേയമാക്കി മെസ്സേജ് അയക്കുകയുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.